ഇപ്പോഴത്തെ ഒരു കാലത്തെ നാടകത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കുറഞ്ഞു വരുവാണല്ലോ. ലൈക്ക് കോമ്പറ്റീഷനൊക്കെ ആയിട്ട് വരുന്നെങ്കിൽ പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ അതിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകണത്. സിനിമേനെ വെച്ച് നോക്കുമ്പോൾ നാടകത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞു വരണല്ലോ. അപ്പോൾ അത് വീണ്ടും തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടോ? അതിന് നാടകം ഇങ്ങോട്ട് പോയേക്കണം തിരിച്ചു വരാൻ. അല്ല, നാടകം എങ്ങും പോയിട്ടില്ല. നിങ്ങളെ പോലെയുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് നാടകം പോയി പോയി പോയി. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പത്തെ ജനറേഷൻ നമുക്കല്ല, നിങ്ങൾക്ക് നമ്മള് പറയില്ല. അല്ല, ഇപ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നാടകത്തിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുവാണത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്നു നാടകം പോയി പോയി പോയി. അങ്ങനെ നിങ്ങൾ കളയാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നാടകം എങ്ങും പോയിട്ടില്ല. നാടകം തന്നെ ഇത് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നാടകം നിലനിൽക്കും. എന്നാലും പണ്ടത്തെ കാലത്ത് നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ നാടകം ഉണ്ടെന്ന് കേൾക്കുമ്പോ തന്നെ ആൾക്കാര് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് കാണാൻ പോകാറുണ്ട്. അതേപോലത്തെ ഒരു കാലം വീണ്ടും വരണം എന്ന് ആഗ്രഹമുണ്ടോ? പണ്ടത്തെ കാലത്ത് എന്നാണോ പറഞ്ഞത്? ഇന്ന് നിങ്ങൾ ഈ ഒരു 50 പൈസ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് നാടകത്തെ കാണാൻ ആരും ഇല്ല എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എറണാകുളം വിട്ടിട്ടൊന്ന് പുറത്തിറങ്ങും, കേരളം വിട്ടിട്ടൊന്ന് പുറത്തിറങ്ങും, മറ്റ് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കൊക്കെ ഒന്ന് നെറ്റൊക്കെ ഫോണൊക്കെ കഴിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെയൊക്കെ 365 ദിവസവും നാടകം കളിക്കുന്നുണ്ട്. ആ നാടകത്തിന് 4-5 മാസം മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഒരു നാടകം കാണണമെങ്കിൽ. ആ ഒരു കാലമാണ് ഇന്ന്. ഞാൻ യൂറോപ്പിൽ പോയിട്ടില്ല, അമേരിക്കയിൽ പോയിട്ടില്ല. പക്ഷെ പോയവർ അനുഭവസ്ഥര് നാടകക്കാരുമായി വന്നവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഞങ്ങളൊക്കെ എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ 1000 കസേരയുള്ള ഇവിടുത്ത് 50 പേരുടെ മുമ്പിൽ നാടകം വെച്ചിട്ടുണ്ട്. സങ്കടം വന്നിട്ടുണ്ട്. 2 മാസത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് അരങ്ങേറാൻ ചെല്ലുമ്പോൾ ആ റിഹേഴ്സൽ കാണാൻ റിഹേഴ്സൽ കാണാൻ ചിലപ്പോൾ 100 പേരുണ്ടാവും, നാടകം കാണാൻ 50 പേരും ഉണ്ടാവും. നമുക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. അത് ഇക്കാലത്ത് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇക്കാലത്ത് അങ്ങനെ കുറഞ്ഞു വരുവാണല്ലോ കാണാൻ. നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെ പറ്റി ഞാൻ സംസാരിച്ചത്. അപ്പോൾ വീണ്ടും ആ പഴയ ഒരു പൊലിമയോടെ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടോ? ഒരുപാട് കാണികളും എല്ലാവരും വെച്ചിട്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ഉണ്ട്. അത് ഉണ്ടാകണം, അത് ഉണ്ടാകും തീർച്ചയായും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ഫൈറ്റ് സീൻ നടക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഞാനിപ്പോൾ മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും അധികവും ഞാൻ ചെയ്തിരിക്കുന്ന ഫൈറ്റ് സീനാണ്. ഈ ഫൈറ്റ് സീനൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ലജ്ജ തോന്നും സത്യം പറഞ്ഞു. ഇത് കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് എന്താ ആഘോഷം. എൻ്റെ മുമ്പിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ച ഒരു നടൻ വന്ന് ഒരു മിലിറ്ററി വാൻ്റെ മേളിലേക്ക് അടിച്ച് വീഴുക. ആ മിലിറ്ററി വാൻ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ഒരു മനുഷ്യൻ വന്ന് ഒരു മിലിറ്ററി വാൻ്റെ മേളിൽ വീണിട്ട് എന്നിട്ടും ജനം കൈയടിക്കുന്നു. നാടകത്തിൽ ഒരു സ്റ്റൂളിൻ്റെ മേളിലേക്ക് ഒരു മനുഷ്യൻ വീണ ആ സ്റ്റൂൾ ഒടിയോ? ഒടിഞ്ഞതായിട്ട് നമ്മൾ കാണിച്ചാൽ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും തൻ്റെ ഉള്ള ഒരുത്തോ വന്ന് ആ ഒടിഞ്ഞ സ്റ്റൂൾ വെച്ച് നമ്മളെ പറ്റി അല്ലേ? അപ്പോൾ നാടകം റിയല യാഥാർത്ഥ്യമാണ്. അത് ജനം മനസ്സിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല സ്കൂളുകളും പാഠ്യ വിഷയമായിട്ട് നാടകം എടുത്തിട്ടുണ്ട്, നാടകം പഠിപ്പിക്കുന്നുണ്ട്. നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പുതുതലമുറ കാണിക്കുന്ന കോപ്പറേറ്റുകളല്ല, നാടകം ജീവിതമാണ്. ഈ കേരളത്തിൽ ഭരണകൂടങ്ങളെ മാറ്റിമറിച്ച നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണത്തെ തന്നെ അധികാരത്തിലേറ്റിയ നാടകം ഉണ്ടായിട്ടുണ്ട്. മോള് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ഉണ്ടെന്നോ ഇല്ലെന്നോ? കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. എന്നാൽ കേൾക്കണം, തോപ്പിൽ ബാസി എന്ന് പറയുന്ന ഒരു നാടകക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു നാടകത്തിൻ്റെ പേരാണ് നിങ്ങൾ തന്നെ ആ നാടകം ഈ കേരളം അങ്ങോളം ഇങ്ങോളം കളിച്ചാണ് ഈ കേരളത്തിൽ 1957 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് ജനം ബാലറ്റിൽ കുത്തി
അധികാരത്തിൽ കയറ്റി. അത്ര കരുത്തുള്ളതാണ് നാടകം. ആ നാടകം തിരിച്ചു വരും, എന്നും പോയിട്ടില്ല, വരും.